ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പരിപ്പ് വടയാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല കറുമുറുന്നനെയുള്ള പരിപ്പ് വട. അപ്പോൾ പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ് കടലപ്പരിപ്പാണ് എടുത്ത് വെച്ചേക്കണത്. അത് നമുക്ക് വെള്ളത്തിലിടാം. ഞാൻ കഴുകി അത് വെള്ളത്തിൽ ഇട്ട് വെച്ചു. 2 മണിക്കൂറാണ് വെള്ളത്തിലിട്ട് വെച്ചത്. അത് നമ്മൾ ചെറിയ ജാറിൽ അരച്ചെടുക്കാം. ചെറിയ ജാറിൽ അരയ്ക്കാനായിട്ട് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ അരയ്ക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അടിഭാഗത്ത് നന്നായിട്ട് അരയണം, മോൾ ഭാഗത്ത് കടൽപ്പരിപ്പ് ഇങ്ങനെ കിടക്കണം. ആ രീതിയിൽ അരച്ചെടുക്കുക. ഞാൻ അരച്ച് നോക്കുക, ഒരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, ഒരു വലിയ സവോള, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതാണ് ഇൻഗ്രീഡിയൻസ്. ഈ ഇഞ്ചിയൊക്കെ നല്ല പൊടിയായിട്ട് അങ്ങോട്ട് അരിയുക കേട്ടോ. ഇതാ പച്ചമുളക് നന്നായി ചെറുതായിട്ട് അരിഞ്ഞു. ഇനി നമുക്ക് ഈ കറിവേപ്പിലയും കൂടി അരിഞ്ഞെടുത്താൽ നല്ല മണം ഉണ്ടായിരിക്കും. അതിനായിട്ട് ഞാൻ കറിവേപ്പിലയും നല്ല ചെറുതായിട്ട് അരിഞ്ഞു. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം, സവോള, ഇഞ്ചി, പച്ചമുളകൊക്കെ നമ്മൾ അരച്ച് വെച്ച കടലപ്പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്തു. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം, കൈ കൊണ്ട് തന്നെ കുഴയ്ക്കണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യുക. എന്നാലേ നമുക്ക് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകിൻ്റെയൊക്കെ സ്വാദം നന്നായിട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ നന്നായിട്ട് കുഴച്ചു. ഇതാ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുക. ഇവിടെ ചീഞ്ചട്ടിൽ എണ്ണ ചൂടാവുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഈ മാവൊന്ന് കുറച്ച് എടുത്തിട്ട് നോക്കിയപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട്. നമ്മൾ ഒരു ഭാഗം കടലപ്പരിപ്പിൻ്റെ മിക്സ് എടുത്തിട്ട് നല്ലോണം ആദ്യം ഉരുളകളാക്കിയിട്ട് കയ്യിൽ വെച്ച് വടയുടെ ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യണത്. കയ്യിൽ വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കുക. കട്ടിയായിട്ട് പരത്തരുത്. കട്ടിയായിട്ട് പരത്തി കഴിഞ്ഞാൽ ഉള്ളു വേവാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ നല്ല ക്രിസ്പി ആവില്ല. അപ്പോൾ നല്ലോണം പരത്തിയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ വടകൾ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടും നമുക്ക് വറുത്തെടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ടും നമുക്ക് വറുത്തെടുക്കാം. എണ്ണയിലേക്ക് നമ്മൾ കൈകൊണ്ട് ഇടുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം വട എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് ഉരുളകളാക്കി ഇങ്ങനെ വടയുടെ ഷേപ്പാക്കിയിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് നമുക്ക് പതുക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ലോണം അങ്ങനെ പരത്തിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു ചെറിയ പ്ലേറ്റിൽ 2-3 എണ്ണം ആയതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ആയില്ലേ. ഇനി നമുക്ക് ഒരു പ്ലേറ്റിൽ ഉണ്ടാക്കി വയ്ക്കുക. അങ്ങനെ 2-3 എണ്ണം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇതാ നന്നായിട്ട് പരത്തി കൊടുക്കുക. നമ്മുടെ അടുത്ത വടയും തയ്യാറായിട്ടുണ്ട്. അതും നമുക്ക് പ്ലേറ്റിൽ വയ്ക്കാം. പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ട്. ഇനി 2 ഉണ്ടാക്കി, ഇതാ 3ാമത്തെ ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്ക് പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നേരിട്ട് ചെയ്യാം. ഒരുമിച്ച് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഓരോ വട ഉണ്ടാക്കിയിട്ടും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് കൈ കൊണ്ട് ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ചട്ടുകം കൊണ്ട് എടുത്തിട്ട് പതുക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തീരെ എണ്ണ തെറിക്കാണ്ട് രക്ഷപ്പെടാം. അല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണ തെറിച്ചു എന്ന് വരും. നല്ലോണം സൂക്ഷിക്കണം. അപ്പോൾ ഞാൻ 4ാമത്തെ വടയും എണ്ണയിലേക്ക് ഇട്ടു. ഒരുപാട് എണ്ണങ്ങളൊന്നും ഇടണില്ല. 3-4 വട ഇട്ടിട്ട് പതുക്കെ മൂപ്പിച്ചെടുക്കണേ ഉള്ളൂ. ഈ സമയത്ത് നമ്മുടെ സ്റ്റൗ മീഡിയത്തിലായിരിക്കണം കേട്ടോ. എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് വറുത്തെടുക്കാം. ഓരോ ഭാഗം മറിച്ചിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. പിന്നെ വട ഇട്ട ഉടനെ ഇളക്കാണ്ടിരിക്കണം. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം മറിച്ചിടാൻ പാടുള്ളൂ. വട ഇട്ട ഉടനെ നമ്മൾ ചട്ടം കൊണ്ട് വട മറിച്ചിടാൻ പോയി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് അതൊന്ന് ഹാർഡായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ടിട്ട് നമുക്ക് മറ്റേ ഭാഗം കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ വടയും തിരിച്ചിട്ടു. ഇപ്പോൾ കുറേശ്ശെ ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. വടയുടെ നല്ലൊരു നിറം വരണം. അതുവരെ സ്റ്റൗ മീഡിയത്തിൽ വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ അടുത്ത ലോട്ട് ഞാൻ അതിനിടയ്ക്ക് തയ്യാറാക്കി വെച്ചു. ഇനി തിരിച്ച് മറിച്ച് വിട്ടിട്ട് വട തയ്യാറാക്കി കഴിഞ്ഞു. ഇതാ നല്ല നിറം വന്നു. നല്ല മണം വരുന്നുണ്ട്. ചായ കുടിക്കാൻ തോന്നും ഇതിൻ്റെ മണം കേട്ട് കഴിഞ്ഞാൽ അല്ലേ. ഇനി നമുക്ക് വട ഓരോന്നായിട്ട് വാങ്ങിയെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ വടയും വാങ്ങിയെടുത്തു. അപ്പോൾ പരിപ്പ് വട വാങ്ങിയെടുത്തു. എണ്ണ ചൂടായി. അതിലേക്ക് ഞാൻ 2ാമത്തെ ലോട്ട് ഇടുകയാണ്. ഞാൻ ചട്ടകം കൊണ്ടാണ് ഇടുന്നത്. ഇങ്ങനെ ഇടുമ്പോൾ ഒട്ടും പേടിക്കാനില്ല. എണ്ണ മേത്തേക്കൊന്നും തെറിക്കില്ല. 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വട മറിച്ചിടാം. മറിച്ചിട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി നല്ല ക്രിസ്പ് ആവുന്നവരെ തീ മീഡിയത്തിൽ വെച്ചിട്ട് നല്ല ക്രിസ്പി ആക്കി എടുക്കുക.
ഇതാ അപ്പുറത്തെ അടുപ്പിൽ എൻ്റെ ചായയും തയ്യാറായി തുടങ്ങിയിട്ടുണ്ട്. ഇതാ ചായ തിളയ്ക്കണു. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ പലഹാരം പരിപ്പോടെയാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ എല്ലാവരും അഭിപ്രായങ്ങളും കമൻസിൽ എഴുതണം. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം കേട്ടോ. താങ്ക് യു.